എല്ലാവർക്കും നമസ്കാരം. ക്യാൻസർ ചികിത്സ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് എന്താ? ക്യാൻസർ കോശങ്ങളെ നശിപ്പിക്കുക, അല്ലേ? എന്നാൽ അവയെ പട്ടിണി കിട്ടാലോ? അതെ, പ്രശസ്ത ഫിസിഷ്യൻ സിദ്ധാർത്ഥ മുഖർജിയുടെ പഠനങ്ങളെ അടിസ്ഥാനമാക്കി നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ക്യാൻസറിന്റെ ഊർജ്ജസ്രോതസ്സുകൾ നിയന്ത്രിച്ച് ചികിത്സയെ എങ്ങനെയൊരു പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകാം എന്നതിനെക്കുറിച്ചാണ്. നമുക്കൊന്ന് നോക്കാം. അപ്പോ ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം. ട്യൂമറിന് കഴിക്കാൻ കൊടുക്കുന്ന ഭക്ഷണത്തില് നമ്മളൊരു മാറ്റം വരുത്തിയാൽ എന്താവും? ഒന്നാലോചിച്ചു നോക്കൂ. ക്യാൻസർ കോശങ്ങളെ വെറുതെ നശിപ്പിക്കുന്നതിനു പകരം അവയുടെ ഫ്യൂവൽ എന്ന കട്ട് ചെയ്താലോ? ഈ ഒരു ചോദ്യമുണ്ടല്ലോ, ഇതാണ് ക്യാൻസർ ചികിത്സയെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്നത്. അപ്പോ സാധാരണ കോശങ്ങളും ക്യാൻസർ കോശങ്ങളും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണെന്നറിയാമോ? നമ്മുടെ സാധാരണ കോശങ്ങൾ ഒരു മിതമായി ഭക്ഷണം കഴിക്കുന്ന ആളെ പോലെയാണ്. വളരെ കാര്യക്ഷമമായി ആവശ്യത്തിന് മാത്രം ഊർജ്ജം ഉപയോഗിക്കും. പക്ഷേ ക്യാൻസർ കോശങ്ങളോ? അവയ്ക്ക് അടങ്ങാത്ത ആർത്തിയാണ്. മുന്നിൽ കാണുന്നതെന്തും, പ്രത്യേകിച്ച് ഗ്ലൂക്കോസ്, വാരി വലിച്ച് തിന്നും. ലിപ്പിഡുകളും അമിനോ ആസിഡുകളുമൊക്കെ വലിച്ചെടുക്കും. ചുരുക്കി പറഞ്ഞാൽ ഈ അടങ്ങാത്ത വിശപ്പ് തന്നെയാണ് യഥാർത്ഥ വില്ലൻ. സത്യത്തിൽ ഈ ആശയം അത്ര പുതിയതൊന്നുമല്ല. ഒന്ന് ആലോചിച്ചു നോക്കൂ. 1920കളിൽ തന്നെ ഓട്ടോ വോർബർഗ് എന്ന ശാസ്ത്രജ്ഞൻ ക്യാൻസറിന് ഒരു പ്രത്യേക തരം മെറ്റബോളിസം ഉണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. പക്ഷേ പിന്നീടെന്തു പറ്റി? ഗവേഷണങ്ങളെല്ലാം ജനിതകശാസ്ത്രത്തിലേക്കങ്ങ് തിരിഞ്ഞുപോയി. മെറ്റബോളിസത്തെ എല്ലാവരും മറന്നു. എന്നാൽ ഇപ്പോൾ ഏകദേശം ഒരു നൂറ്റാണ്ടിന് ശേഷം ആ പഴയ ആശയം ഒരു പുതിയ വിപ്ലവമായി, ഒരു ഫസ്റ്റ് ക്ലാസ് ടാർഗറ്റായിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. ഓക്കേ, അപ്പം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കടക്കാം. ക്യാൻസർ ഡയറ്റുകൾ. ഇതിനെക്കുറിച്ച് നമ്മളെല്ലാവരും ഒരുപാട് കേട്ടിട്ടുണ്ടാവും, അല്ലേ? പക്ഷേ ഈ കേൾക്കുന്നതിലൊക്കെ എത്രത്തോളം ശരിയുണ്ട്? ഈ നാടോടി കഥകളിൽ നിന്ന് മാറി യഥാർത്ഥ ക്ലിനിക്കൽ സയൻസ് എന്താണ് പറയുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇതാണ് പ്രശ്നം. പഞ്ചസാര മൊത്തമായിട്ടങ്ങ് ഒഴിവാക്ക്, ഗ്രീൻ ജ്യൂസ് മാത്രം കുടിച്ചാ മതി, വൈറ്റ് ബ്രെഡ് തൊടാനേ പാടില്ല, ഇങ്ങനെയുള്ള ഉപദേശങ്ങൾ നമ്മൾ ഒരുപാട് കേൾക്കാറുണ്ട്. പക്ഷേ ഇതിനൊരു പ്രശ്നമുണ്ട്. ഇത് വൺ സൈസ് ഫിറ്റ്സ് ഓൾ അല്ല. ശരിക്കും പറഞ്ഞാൽ വൺ സൈസ് ഫിറ്റ്സ് നൺ സമീപനാണ്. കാരണം ഏതുതരം ട്യൂമറാണ്, എന്ത് ചികിത്സയാണ് എടുക്കുന്നത് എന്നൊന്നും നോക്കാതെ എല്ലാവർക്കും ഒരേ ഡയറ്റ് കൊടുക്കുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. അപ്പോ ഈ എല്ലാവർക്കും ഒരേ ഡയറ്റ് എന്ന രീതി ശരിയല്ലെങ്കിൽ പിന്നെന്താണ് ശരി? അതിനൊരുത്തരമുണ്ട്. ഓരോ ട്യൂമറിനെയും കൃത്യമായി മനസ്സിലാക്കി അതിനെ ലക്ഷ്യം വെക്കുന്ന ഒരു പുതിയ സമീപനം. ട്യൂമറിനെ അറിഞ്ഞുകൊണ്ടുള്ള ഈ മെറ്റബോളിസത്തിന്റെ ശക്തി എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ പുതിയ സമീപനത്തിന് ഒരു പേരുണ്ട്: ട്യൂമർ ഇൻഫോംഡ് മെറ്റബോളിസം. പേര് കേട്ട് പേടിക്കുകയൊന്നും വേണ്ട. സംഭവം വളരെ സിമ്പിളാണ്. ഒരു രോഗിയുടെ ട്യൂമർ എങ്ങനെയുള്ളതാണ്, അവർക്ക് കിട്ടുന്ന മരുന്ന് ഏതാണ്, അവരുടെ ശരീരം എങ്ങനെ പ്രതികരിക്കുന്നു, ഇതെല്ലാം നോക്കിയിട്ട് അതിനെ കൃത്യമായി ചേരുന്നൊരു ഡയറ്റ് പ്ലാൻ ഉണ്ടാക്കുന്നു. അത്രയുള്ളൂ കാര്യം. ഇതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ നമുക്കൊരു കേസ് സ്റ്റഡി നോക്കാം. ഒരു സ്തനാർബുദ രോഗിക്ക് ഒരു പ്രത്യേക മരുന്ന്, ഒരു PI3K ഇൻഹിബിറ്റർ കൊടുത്തു. പക്ഷേ ആ മരുന്നിനൊരു സൈഡ് എഫക്റ്റ് ഉണ്ടായിരുന്നു. രക്തത്തിലെ ഗ്ലൂക്കോസും ഇൻസുലിനും അന്ന് കൂടി. അപ്പൊ എന്തുപറ്റി? ട്യൂമർ ഇതൊരവസരമാക്കി. ആ കൂടിയ ഇൻസുലിനെ ഒരു പിൻവാതിൽ പോലെ ഉപയോഗിച്ച് വീണ്ടും വളരാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു കൃത്യമായ ഡയറ്റ് രംഗത്തെത്തുന്നത്. ഇൻസുലിന്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഭക്ഷണം കൊടുത്തു. അതോടെ ട്യൂമറിന്റെ ആ രക്ഷപ്പെടാനുള്ള വഴി അടഞ്ഞു. ചികിത്സ വിജയിച്ചു. രോഗമുക്തി കൂടുതൽ കാലം നീണ്ടുനിന്നു. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. സിദ്ധാർത്ഥ മുഖർജി പറയുന്നതുപോലെ മരുന്ന് തനിച്ചോ ഡയറ്റ് തനിച്ചോ അല്ല മാറ്റമുണ്ടാക്കിയത്. മറിച്ച് രണ്ടും ഒരൊറ്റ ചികിത്സയായി പിരിച്ചെടുത്തതാണ്. അതായത് മരുന്നും ഡയറ്റും ഒരുമിച്ചു ചേർന്നപ്പോ കിട്ടിയ ആ ഒരു സിനോജിയാണ് ഇവിടെ വിജയിച്ചത്. അപ്പോ ഭക്ഷണത്തിനെ എങ്ങനെയാണൊരു കൃത്യമായ ഔഷധമായി പ്രവർത്തിക്കാൻ കഴിയുന്നത്? ഓരോ ട്യൂമറിന്റെയും പ്രത്യേക വിശപ്പുകളെ എങ്ങനെയാണ് നമുക്ക് ചൂഷണം ചെയ്യാൻ പറ്റുന്നത്? നമുക്ക് കുറച്ചുകൂടി ആഴത്തിലേക്ക് പോകാം. സിദ്ധാർത്ഥ മുഖർജിയുടെ മറ്റൊരു ശക്തമായ വാചകമാണിത്. പരിസ്ഥിതിയും ഓങ്കോളജിയും കണ്ടുമുട്ടുന്ന ഇടമാണ് മെറ്റബോളിസം. എന്താണിതിന്റെ അർത്ഥം? ഒരു ട്യൂമർ നമ്മുടെ ശരീരത്തിനുള്ളിലാണ് വളരുന്നത്. അപ്പോൾ നമ്മുടെ ശരീരമാകുന്ന ആ പരിസ്ഥിതിയെ, ആ ഇക്കോളജിയെ നമ്മൾ ഭക്ഷണത്തിലൂടെ മാറ്റിയാൽ ട്യൂമറിന്റെ വളർച്ചയെ, അതായത് ഓങ്കോളജിയെ, നമുക്ക് നേരിട്ട് സ്വാധീനിക്കാം. വളരെ സിമ്പിളും അതേസമയം പവർഫുളുമായൊരാശയമാണിത്. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ഓരോ തരം ക്യാൻസറിനും അതിന്റേതായ ഒരു ഇഷ്ടവിഭവമുണ്ട്. ഉദാഹരണത്തിന് അക്യൂട്ട് ലിംഫോബ്ലാസ്റ്റിക് ലുക്കീമിയ എന്ന രക്താർബുദത്തിന് അസ്പെരജിൻ എന്ന അമിനോ ആസിഡ് ഇല്ലാതെ പറ്റില്ല. ചില സ്തനാർബുദങ്ങൾക്കും വൻകുടൽ ക്യാൻസറുകൾക്കും സെറിനും ഗ്ലൈസിനും വേണം.
അപ്പൊ നമ്മൾ എന്തു ചെയ്യും? ഭക്ഷണത്തിലൂടെ ഇവയുടെയൊക്കെ അളവങ്ങ് നിയന്ത്രിക്കും. അപ്പൊ എന്തുപറ്റും? ആ പ്രത്യേക ട്യൂമറിനെ നമുക്ക് പട്ടിണിക്കിടാൻ പറ്റും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്: ഭക്ഷണം വെറും ഒരു ഫ്യുവൽ അല്ല, അതൊരു ഇൻഫർമേഷനാണ്. ഒരു മരുന്ന് കൂടുതൽ നന്നായി പ്രവർത്തിക്കാൻ സഹായിക്കുന്ന ഒരു സിഗ്നലാണ് ഭക്ഷണം. ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട് അല്ലേ? പക്ഷേ ഈ ആശയത്തെ എങ്ങനെയാണ് ഒരു യാഥാർത്ഥ്യമാക്കി മാറ്റുന്നത്? ആശുപത്രികളിൽ ഇതൊരു സാധാരണ ചികിത്സയുടെ ഭാഗമാക്കാൻ എന്തു വേണം? അതിനൊരു റോഡ് മാപ്പ് ഉണ്ട്. നമുക്ക് നോക്കാം. ഇത് നടപ്പിലാക്കാൻ പ്രധാനമായും 3 തൂണുകളുണ്ട്. ഒന്നാമത്തേത് മികച്ച മരുന്ന് കോമ്പിനേഷനുകൾ. രണ്ടാമത്തേത് ആ മരുന്നിന്റെ പ്രവർത്തനത്തെ സഹായിക്കുന്ന രീതിയിൽ കൃത്യമായി സ്ക്രിപ്റ്റ് ചെയ്ത ഭക്ഷണം, അതായത് പ്രിസിഷൻ ന്യൂട്രിഷൻ. പിന്നെ മൂന്നാമത്തേത് ഈ മരുന്നും ഭക്ഷണവും ഒരുമിച്ച് ചേരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് പ്രവചിക്കാൻ കഴിയുന്ന ഒരു തരം മെറ്റബോളിക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ 3ഉം ഒരുമിക്കുമ്പോഴാണ് ഇത് യാഥാർത്ഥ്യമാകുന്നത്. തീർച്ചയായും ഈ ഘട്ടത്തിൽ പലർക്കും സംശയങ്ങൾ വരാം. ഒന്നാമത്തെ ചോദ്യം: ഇത് പണക്കാർക്കു മാത്രമുള്ള ഒരു പ്രത്യേക പരിരക്ഷണമായി മാറുമോ? അതിനുള്ള മറുപടി ഇതാണ്: ഇത് തീർച്ചയായും ഇൻഷുറൻസ് പരിരക്ഷയുടെ എല്ലാവർക്കും ലഭ്യമാവുന്ന ഒന്നായി മാറണം. അതിൽ വിട്ടുവീഴ്ചയില്ല. രണ്ടാമത്തെ സംശയം: ഈ മെറ്റബോളിസം ഒക്കെ ഭയങ്കര കോംപ്ലക്സ് അല്ലേ? അതിനെ വിശ്വസിച്ച് ടാർഗറ്റ് ചെയ്യാൻ പറ്റുമോ? അതിനുള്ള ഉത്തരം: ഒരു ചികിത്സ ഏതാനും മാസങ്ങൾ കൂടി ഫലപ്രദമാവുന്നത് ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ കാര്യമല്ല, അത് വളരെ വലുതാണ്. അപ്പോ നമ്മള് എത്തി നിൽക്കുന്നത് എവിടെയാണ്? ഇതൊരു പുതിയ കോമ്പിനേഷൻ തെറാപ്പിയാണ്. വെറുമൊരു ചികിത്സാരീതിയല്ല, ഓങ്കോളജിയിലെ തന്നെ ഒരു പുതിയ തത്വശാസ്ത്രമാണിത്. ഈ പുതിയ ഫിലോസഫിയുടെ കാതൽ ഈ ഒരു വാചകമാണ്: രോഗിക്ക് ഭക്ഷണം നൽകുക, ട്യൂമറിന് പട്ടിണിക്കിടുക. ഇത് വെറുമൊരു മുദ്രാവാക്യമല്ല, ഇതൊരു ക്ലിനിക്കൽ നിർദ്ദേശമാണ്. ഒരു ഡോക്ടർ മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്ന അതേ ഗൗരവത്തോടെ നൽകേണ്ട ഒരു നിർദ്ദേശം. ക്യാൻസർ ചികിത്സയുടെ പരിണാമം ഒന്ന് നോക്കൂ. നമ്മൾ തുടങ്ങിയത് മൂർച്ചയേറിയ ശസ്ത്രക്രിയ കത്തികളിൽ നിന്നാണ്. പിന്നെ ശക്തമായ കീമോ മരുന്നുകളിലേക്ക് മാറി. അതിനുശേഷം നമ്മുടെ സ്വന്തം ടി സെല്ലുകളെ ഉപയോഗിക്കുന്ന ഇമ്മ്യൂണോതെറാപ്പി വന്നു. ഇപ്പോ നമ്മൾ എത്തി നിൽക്കുന്നത് എവിടെയാണ്? ഒരു കോശത്തിന്റെ വിശപ്പിനെ ശ്രദ്ധയോടെ കേൾക്കുന്ന ഒരിടത്ത്. അതുകൊണ്ട് ഓർക്കുക, ക്യാൻസർ ചികിത്സയുടെ ഭാവി എന്നത് ഒരു പുതിയ ഗുളികയിൽ ഒതുങ്ങുന്നില്ല. അത് കൃത്യമായ ലക്ഷ്യത്തോടെ നിർദ്ദേശിക്കപ്പെട്ട ഭക്ഷണമാണ്. മരുന്നും ഭക്ഷണവും ഒരുമിച്ചു ചേരുന്ന ഒരു പുതിയ യുഗം. അതാണ് നമ്മൾ കാണാൻ പോകുന്ന ഭാവി.